ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഒരു ഡേയ്സ് ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. കുറച്ചധികമായില്ലേ വ്ളോഗ്സൊക്കെ അപ്ലോഡ് ആക്കിയിട്ട്. ഇപ്പോൾ ഞാൻ അധികം ഡെയിലി വ്ളോഗ്സൊന്നും അപ്ലോഡ് ആക്കാറില്ല, പറ്റാറില്ല. വ്ളോഗ്സ് എടുക്കാനും അപ്ലോഡ് ആക്കാനൊന്നും ടൈം കിട്ടാറില്ല. അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പുറത്ത് പോയി വന്നു കഴിഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഞാൻ വ്ളോഗ് എടുത്തില്ല, മറന്നുപോയി. വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ബ്രൗണീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ബ്രൗണീസ് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രൗണീസ് ആയിരുന്നു. 30 രൂപയുള്ളൂ, പക്ഷെ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു വൈകുന്നേരം ടൈമൊക്കെ ആയി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കിങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാം എന്നുള്ളൊരു തോട്ട് മനസ്സിൽ കയറി. അപ്പോൾ ഞാൻ വിചാരിച്ച മൊമോസ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ കടയിൽ പോയി വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പോൾ ഞാൻ നോമ്പിന് എന്തോ ആണ് മൊമോസ് ലാസ്റ്റ് ടൈം ഉണ്ടാക്കിയത്. എനിക്കങ്ങനെ വലിയ കാര്യമായിട്ടുള്ള കുക്കിങ്ങൊന്നും അറിയില്ല. ഞാനിങ്ങനെ തട്ടിക്കൂട്ടി പരിപാടികളൊക്കെ ഉണ്ടാക്കാറുണ്ട്. എനിക്ക് ഈ മൊമോസ്, ബർഗർ അങ്ങനെയുള്ള സ്നാക്സ് ഐറ്റംസ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ലാണ്ട് മീൽസ്, കാര്യങ്ങൾ, ചോറ്, കറി അതൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. യൂട്യൂബൊക്കെ കണ്ട് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതുവരെ അങ്ങനത്തെ വലിയ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നല്ല, ഉണ്ടാക്കി നോക്കിയിട്ടില്ല. പിന്നെ ഈ കുക്കിങ് എനിക്കിഷ്ടമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഈ പാത്രങ്ങളുടെ പരിപാടികളൊക്കെ വെച്ച് ടാസ്ക്കാണ്. അത് പിന്നെ നമ്മൾ തന്നെ കഴുകി വെച്ചില്ലെങ്കിൽ അത് പിന്നെ ഇവിടെ വേറൊരു വലിയ വിഷയമാകും, അറിയാലോ. അപ്പോൾ ഞാൻ ഈ ഒരു മൊമോസ് ഒരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഏതൊരു യൂട്യൂബ് ചാനലാണ്, പേരും ഞാൻ ഓർക്കുന്നില്ല. ഏതൊരു ലേഡിയുടെ ഒരു യൂട്യൂബ് ചാനൽ. വലിയ സിമ്പിളായിട്ടുള്ള തട്ടിക്കൂട്ട് മൊമോസ് എന്ന് വേണ്ടി പറയാം. കാരണം ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ക്യാരറ്റ്, ക്യാബേജ്, സവോള, പച്ചമുളക് അങ്ങനെയുള്ള സംഭവങ്ങൾ വെച്ചിട്ട്. എനിക്ക് കട്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴാണെങ്കിലും എനിക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ അടുക്കളയിൽ കയറാറില്ല, അതാണ് ഉള്ളൊരു സത്യം. പിന്നെ കട്ടിങ് ഇഷ്ടമെന്ന് വിചാരിച്ച് ഞാൻ എന്തായി കാണിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവും. പക്ഷേ എന്താ ഞാൻ പറയാം, ഞാൻ എടുത്ത കത്തി ചെറുതായിപ്പോയി. വലിയ കത്തി അവിടെ കുറേ നോക്കി കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ, ഉള്ള കത്തി വെച്ച് എന്തെങ്കിലും കാണിക്കുകയും വിചാരിച്ചു. അതാണ് ഈ മുറിച്ചിട്ട് മുറിയണമില്ല, കോമഡിയായി. പിന്നെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് തട്ടിക്കൂട്ടി ചെയ്യണമല്ലോ. നമുക്ക് കഴിക്കാനല്ലേ, വേറെ ആർക്കും സെർവ് ചെയ്യാനോ ഉണ്ടാക്കി കൊടുക്കാനോ ഒന്നല്ലല്ലോ. അതുകൊണ്ട് പിന്നെ എങ്ങനെയായാലും നോ ഇഷ്യൂ. അതുകൊണ്ട് പിന്നെ എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കാം. പിന്നെ ഈ മൊമോസിൻ്റെ റെസിപ്പി ആർക്കും വേണ്ടാന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ വെറുതെ പറയാം. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ടൊക്കെ ഉണ്ടാവും. കാരണം എല്ലാവർക്കും മൊമോസൊക്കെ ഉണ്ടാക്കാൻ ഇപ്പോൾ യൂട്യൂബ് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. സോ ഞാൻ ചുമ്മാ പറയാം, ഞാൻ എടുത്തേക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധനങ്ങൾ ക്യാബേജ്, ക്യാരറ്റ്, പച്ചമുളക് അങ്ങനെയുള്ള അയൽക്കുലത്തെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ ചിക്കൻ ഓർ ബീഫ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ വെജിറ്റബിൾ മൊമോസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എടുത്തേക്കുന്ന ചിക്കനാണ്. ഇവിടെ ഉമ്മച്ച് രാത്രി പൊരിക്കാൻ വെച്ച ചിക്കനിൽ നിന്ന് 2-3-4 അടിച്ച് മാറ്റി. ഒരുപാടൊന്നും എടുക്കാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് ഒരു 4-5 എടുത്ത് മാറ്റി വേവിച്ചു. അത് പിന്നെ മിക്സിയിലിട്ട് അടിച്ചിട്ട് ഞാൻ ജസ്റ്റ് ബൗളിൽ ഇട്ടു. മറ്റേ നമ്മൾ വെജിറ്റബിളിൻ്റെ ഒപ്പം ബൗളിലിട്ടു. പിന്നെ കുറച്ച് കുരുമുളക്, ഉപ്പ് അങ്ങനെയുള്ള പൊടി ഐറ്റംസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. എനിവേ, പിന്നെ ഈ മൊമോസിൻ്റെ ഡോ ഉണ്ടല്ലോ, ഡോ മീൻസ് മാവ്, അത് നമ്മൾ നേരത്തെ കുഴിച്ച് മാറ്റി വയ്ക്കണം. അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ എടുത്ത ബൗളല്ല, സ്പൂൺ ചെറുതായിരുന്നു. അതുകൊണ്ട് തന്നെ മിക്സിങ് പരിപാടി ഇച്ചിരി പാടായിരുന്നു. ഇതുവരെ എല്ലാം വളരെ ഓക്കെയാണ്. പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് കോമഡി എന്നല്ല, ആ ഒരു മാവുണ്ടല്ലോ, ഞാൻ കുഴിച്ച് മാറ്റി വെച്ച സംഭവം, ആ സംഭവം എന്നോടൊന്നും സഹകരിക്കുന്നില്ല. അതെന്താ, വെള്ളം കൂടിപ്പോയോ, മാവ് കൂടിപ്പോയോ, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എനിക്കിതിൻ്റെ ABCD ഒന്നും അറിയാത്തതുകൊണ്ട് എനിക്ക് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആ ലേഡി എന്താ കാണിക്കുന്നത് വിചാരിച്ച് ഞാൻ കുറേ നേരം യൂട്യൂബ് ഇങ്ങനെ നോക്കി. പിന്നെ മനസ്സിലായി വെള്ളമാണോ മാവാണോ എന്തോ കുറഞ്ഞു പോയിട്ടാണെന്ന്. അങ്ങനെ പിന്നെ പൊടിയൊക്കെ എടുത്ത് ആ റൗണ്ടാക്കി കിട്ടണമല്ലോ. അതിൻ്റെ ഇടയിൽ ഞാൻ അനിയത്തിൻ്റെ പാത്രം കഴുകാൻ ഏൽപ്പിച്ചു. കാരണം എല്ലാം കൂടി എനിക്ക് പറ്റില്ല, ഇതും ചെയ്യണം അതും ചെയ്യണം, എല്ലാം നടക്കില്ലല്ലോ. അതാണ് ഞാൻ അവൾക്ക് ഏൽപ്പിച്ചത്. അവൾ ആദ്യം കഴുകാൻ കൂട്ടാക്കിയില്ല. പിന്നെ ഞാൻ പറഞ്ഞു മൊമോസ് ഞാൻ തരില്ല എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അവളെയും കൊണ്ട് പാത്രം കഴുകാൻ ഏൽപ്പിച്ചു. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങൾക്ക് ആ ഒരു ടെക്നോളജി മനസ്സിലായി, ആ ഒരു ഇത് മനസ്സിലായി. അപ്പം പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങനെ പരത്തിലങ്ങോട്ട് തുടങ്ങി. പിന്നെ ലാസ്റ്റ് ഏറെക്കുറെയൊക്കെ ശരിയായി. അങ്ങോട്ട് തട്ടിക്കൂട്ടി അങ്ങോട്ട് ഒപ്പിച്ച്. അപ്പോൾ ഇതിന് ഷേപ്പും കാര്യങ്ങളൊന്നും ആരും നോക്കണ്ട. കാരണം വെള്ളം കൂടി പോയതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടുള്ള ഷേപ്പും കാര്യങ്ങളും സെറ്റായിട്ടില്ല. എനിവേ ഞാൻ തട്ടിക്കൂട്ടി ഒപ്പിച്ച്. പിന്നെ ഞാനതങ്ങനെ നമ്മുടെ വേവിക്കാൻ വേണ്ടി വെച്ചു, ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട്. ഞാൻ പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കി. അപ്പം എന്താടാ, അവിയൽ പരുവത്തിലെല്ലാം അങ്ങോട്ട് ഒട്ടിപ്പിടിച്ച്. ഒന്നാമതേ അത് വെള്ളം കൂടി പോയതുകൊണ്ട് അങ്ങനെ സെറ്റായില്ല. ഒട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞാൽ വലിയതായിട്ട് ഒട്ടിപ്പിടിച്ചില്ല. ഞാൻ പിന്നെ നമ്മുടെ സ്പൂണൊക്കെ വെച്ച് അങ്ങനെ മാറ്റി എടുത്ത് ഒരു തിന്നാൻ പറ്റുന്ന പരുവത്തിലാക്കി എടുത്തു. ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. നിങ്ങൾ അതിൻ്റെ പെർഫെക്ഷൻ കാര്യങ്ങളൊന്നും നോക്കണ്ട, ടേസ്റ്റ് അടിപൊളിയായിരുന്നു. അത് മതിയല്ലോ നമുക്ക്, പിന്നെ ആഡംബരം ഒന്നും വേണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ ഞാനത് വിട്ടു. സോ നെക്സ്റ്റ് ഡേ ഞാൻ ക്ലാസ്സിൽ പോവാണ്. അപ്പോൾ ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ പാർട്ട് ടൈം ജോബിന് പോകുന്നുണ്ട് ബാങ്കിൽ.
അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഭയങ്കര ബിസി. അങ്ങനെ പിന്നെ വീട്ടിലൊക്കെ വന്നു. 6 മണി 7 മണി ടൈം ആകുമ്പോൾ ഞാൻ വരും. വന്നു കഴിഞ്ഞു. അന്ന് രാത്രി എൻ്റെ ഫ്രണ്ടിൻ്റെ മൈലാഞ്ചി കല്യാണമാണ്. സോ അവിടെ പോവാണ്. അവിടെ ചെന്നപ്പോൾ ഞാൻ ക്ലിപ്സ് എടുത്തില്ല, എന്തോ ഞാൻ മറന്നുപോയി. ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ വലിയതായിട്ടുള്ള ഡ്രസ്സപ്പ് ഒന്നും ചെയ്യുന്നില്ല, സിമ്പിളായിട്ട് പോകുന്നത്. നെക്സ്റ്റ് ഡേ August 9. അപ്പോൾ ഞാൻ രാവിലെ എണീച്ചു. സോ അതേപോലെ എന്തോ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു പുതിയ ലിപ് ഷെയ്ഡ് ഇട്ട് നോക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ കുളിക്കാമെന്ന്. അപ്പോൾ ഞാൻ വേഗം മുടിയൊക്കെ ഒന്ന് എണ്ണ തേച്ച് കുളിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ മുടിയൊക്കെ ആകെ മിസ്സായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും കുളിക്കുന്നതിന് മുമ്പ് ഫേസ് പാക്ക് എന്തെങ്കിലും ഇടാറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ സംഭവം എന്നൊന്നല്ല, ഇടയ്ക്കിടയ്ക്ക് ഇടുന്ന സംഭവമാണ് ഈ കേടും നമ്മുടെ ഓട്സും അരിപ്പൊടിയും മിക്സ് ചെയ്തിട്ട് ഞാൻ എപ്പോഴും എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട്. ഒരു 10 മിനിറ്റ്സ് വെച്ചിട്ട് ഞാൻ വാഷ് ചെയ്ത് കളയും. അപ്പോൾ ഇന്ന് ഹെയർ വാഷ് ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് ഷാമ്പൂ കണ്ടീഷണറൊക്കെ അപ്ലൈ ചെയ്യാമെന്ന്. ഞാൻ ഷാമ്പൂ കണ്ടീഷണറൊന്നും അങ്ങനെ ഇടാറില്ല, ഇടാൻ ഒരാളല്ല, എന്തെങ്കിലും സൺഡേസിൽ മാത്രമാണ് ഇടാറ്. അങ്ങനെ ഞാൻ വേഗം പോയി കുളിച്ചിട്ടൊക്കെ വന്നു. പിന്നെ വന്നു കഴിഞ്ഞപ്പം ബെഡൊക്കെ ആകെ മെസ്സായിരുന്നു. സോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ ചെറുതായിട്ടൊരു സ്കിൻ കെയർ ചെയ്തു, വലിയ കാര്യമായിട്ടുള്ള സ്കിൻ കെയറിങ് ഒന്നുമല്ല. അങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഇന്ന് വലിയ കാര്യമായിട്ടുള്ള കറികളൊന്നുമില്ല, ചമ്മന്തിയും മീൻ പൊരിച്ചതും പപ്പടവും കറിയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴും എനിക്ക് മൂവി എന്തെങ്കിലും കാണണം. അപ്പോൾ ഞാൻ സിനിമയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിച്ചപ്പോൾ ഞാനൊരു ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു. സിൽസിൻ്റെ ഈ ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ നല്ല ടേസ്റ്റാണ്. 60 രൂപ സംതിങ് എന്തോ ആണ്, പക്ഷേ ആ പ്രൈസിന് ഇത് വേർത്താണ്. നല്ല ആ നമ്മുടെ ടെൻഡറിൻ്റെ മറ്റേ പൾപ്പൊക്കെ ഇല്ലേ, അതൊക്കെ കിട്ടും. പിന്നെ ഒരു നല്ലൊരു മൂവിയൊക്കെ ഉണ്ട്, അങ്ങനെ ഇരുന്നു. ഈ മൂവി നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ബാംഗ്ലൂർ ഡേയ്സിൽ. ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ഫീൽ ഗുഡ് സോങ് ആണല്ലേ. അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഞാനൊരു പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ വ്ലോഗ് മൊത്തം കുക്കിംഗ് വ്ലോഗായി മാറുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഇതോട്ട് കിടക്കട്ടെ. അപ്പോൾ ഞാൻ എപ്പോഴും പുഡിങ് ഉണ്ടാക്കാറുണ്ട്. എപ്പോഴും എന്നല്ല, എന്തെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ ഞാനാണ് ഇവിടെ പുഡിങ് ഉണ്ടാക്കാറ്. എൻ്റെ പുഡിങ് എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ എന്നെ തന്നെ പൊക്കി പറയുന്നതല്ല, എന്നാലും അടിപൊളി ആവാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബിസ്ക്കറ്റ് കടയിൽ പോയപ്പോൾ ഇത് കണ്ടു. അപ്പോൾ ഞാൻ ഇത് മേടിച്ചു. വലിയ കുറേ ബിസ്ക്കറ്റ്സ് ഒന്നും ഇല്ല ഇതിൽ, ഒരു 10-12 എന്തോ ഉള്ളൂ. പക്ഷേ ഈ ബിസ്ക്കറ്റ് അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ഈ ലോട്ടസ് ബിസ്കോഫിൻ്റെ ഒക്കെ പോലത്തെ ഒരു അത്ര വലിയ പ്രൈസി ഒന്നുമല്ല. ഇതെന്തോ 60 രൂപ 70 രൂപ എന്തോ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് വൈസ് ഇത് അടിപൊളി ബിസ്ക്കറ്റാണ്. പുഡിങ് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഇതിന് ബട്ടർ ക്രീമാണ് ചെയ്തത്. ബട്ടർ നമ്മുടെ അൺസോൾട്ടഡ് ബട്ടർ എടുത്തിട്ട് പാൽ ഒഴിച്ചിട്ട് ഷുഗർ നമ്മൾ പൊടിച്ചിട്ടിട്ട് അത് നല്ലോണം ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ക്രീമാണ് ഞാൻ ബേസായിട്ട് കൊടുത്തത്. നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിതൊരു തട്ടിക്കൂട്ട് പോലെ ഉണ്ടാക്കിയതാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആവും എന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഞാൻ ഡ്രസ്സപ്പൊക്കെ ചെയ്തിട്ട് എങ്ങോട്ടാണ് പോയെന്ന്. ഞാൻ എങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചുമ്മാ വീട്ടിലിങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഓരോ ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങനെ എടുത്ത് ചുമ്മാ കൂട്ടും. അതൊരു രസം, ഒരു ഫണ്ണായിട്ട് ഞാൻ ചെയ്യണതാണ്. ബോറടിച്ചിരിക്കുമ്പോൾ അങ്ങനത്തെ ചില വട്ടുപരിപാടികളൊക്കെ എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ആ 2-3 ഫോട്ടോസ് 2-3-4 എടുത്തു. ഒരു 10 എടുത്താലും ഉള്ളൂ, ഒരു 2-3 ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും കൂടിയാണ് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ചുമ്മാ റീലെടുത്തതാണ്. അപ്പോൾ ഞാൻ 2-3 ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എനിക്കൊരു കാർട്ടൂൺ പിക്ചർ പോലെ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ലാപ്പിലിട്ടിട്ട് ചാറ്റ് ജി പി ടിനോട് ചോദിക്കുന്നതാണ്. ഫോണിൽ അത്ര ചാറ്റ് ജി പി ടി എനിക്ക് വർക്കാവുന്നില്ല. എന്തോ ഞാനത് ചോദിക്കുമ്പോൾ കുറേ ഭയങ്കര ടൈം ലാഗ് എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിലാകുമ്പോൾ പെട്ടെന്ന് വരും, ലാപ്പിലാകുമ്പോൾ പെട്ടെന്ന് വരും. അങ്ങനെ ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിരുന്നു, ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കണമായിരുന്നു. സോ നെക്സ്റ്റ് ഡേ ഞങ്ങൾ രാവിലെ തന്നെ എണിച്ച് കുളിച്ച് മാറ്റി ഒരുങ്ങി വേഗം പോകുന്നത് ഒരു കല്യാണത്തിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു മാരേജ്. അപ്പോൾ അതിന് പോവാണ് ഞാനും എൻ്റെ അനിയത്തിയും കസിനും കൂടി. വീട്ടിലെത്തി ഫുഡ് കഴിച്ചു, നേരെ അങ്ങനെ ഇരുന്നു. കുറേ നേരം ഡാൻസ് പരിപാടികളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു.
അപ്പോൾ ഈ സൺഡേസിൽ ഇങ്ങനെ കല്യാണം പരിപാടികൾ ഉണ്ടാകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ സൺഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൺഡേ ക്ലാസ്സിൽ പോകാൻ ഭയങ്കര ചടപ്പാണല്ലേ. എനിക്കത് ഭയങ്കര എന്തോ ഒരു മടുപ്പുള്ള സംഭവമാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. വീട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെയാണ് എത്തിയത്. ഒരു 5:30 ടൈം എന്തോ ആയി എത്തിയപ്പോൾ. അപ്പോൾ രാത്രി ആയി കഴിഞ്ഞു, നിസ്കാരം പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഉമ്മച്ചി ഞങ്ങൾ എന്തെങ്കിലും സ്നാക്സ് കഴിക്കാറുണ്ട്. 6 മണി 6:30 ആ ഒരു നമ്മുടെ നിസ്കാരം കഴിഞ്ഞുള്ള ഒരു 7 മണി 7:30 ടൈം ഉണ്ടല്ലോ. 6:30 അല്ല കേട്ടോ, 7 മണി 7:30 ടൈം. ആ ടൈമിൽ ഞങ്ങൾ എന്തെങ്കിലും സ്നാക്സ് പോലെ എന്തെങ്കിലും കഴിക്കലുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ഒരു വൈറലായിട്ടുള്ള പഴം വാട്ടിയിട്ട് തേങ്ങയൊക്കെ ഇട്ട് വാട്ടിയിട്ട് അതിൽ ഐസ്ക്രീം ഇട്ട് കഴിക്കുന്ന ആ ഒരു സംഭവം. അപ്പോൾ ഉമ്മച്ചി അത് ചെയ്തിട്ട് ഞങ്ങൾക്ക് തന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല. എൻ്റെ അനിയത്തിക്കൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. ചുമ്മാ ഡെസേർട്ടായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അല്ലാണ്ട് ഭയങ്കര ഹൈപ്പ് കൊടുക്കാനുള്ളതൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയില്ല. പക്ഷേ ഇറ്റ്സ് ഗുഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സംഭവം കൊള്ളാം. അല്ലാണ്ട് ഒരുപാട് കൊള്ളാം എന്നൊന്നും പറയാൻ പറ്റില്ല. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു 8 മണി 8:30 ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ ഞാൻ ചുമ്മാ ഇരുന്ന് എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട പരിപാടികളൊക്കെ കാണലാണ് പരിപാടി. TV-യിൽ ഞാനധികം രാത്രി സമയത്ത് സ്പെൻഡ് ചെയ്യാറില്ല. കാരണം രാത്രി എൻ്റെ അനിയത്തിയൊക്കെ ഹാളിൽ ഇരുന്നാണ് പഠിക്കൽ മിക്കപ്പോഴും. അതുകൊണ്ട് എനിക്ക് രാത്രി 9 മണി കഴിഞ്ഞ് ആണ് TV വെക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടാറുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ലാപ്പിലിരുന്നാണ് കാണുന്നത്. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ. ഈ ASMR വീഡിയോസ്, DIY വീഡിയോസൊക്കെ ഞാൻ എപ്പോഴും കാണാറില്ല. എന്നാൽ എന്തെങ്കിലുമൊക്കെ ഗ്യാപ്പ് കിട്ടുമ്പോഴാണ് കാണാറ് കൂടുതലും. ഈ വർക്ക് കഴിഞ്ഞ് 8 മണി 7:30 ടൈം ആവും വീടെത്തുമ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ചുമ്മാ എവിടെയെങ്കിലും കിടന്നാൽ മതി എന്നുള്ളൊരു തോട്ടിലായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ അങ്ങനെ കാണാറൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീഡിയോസ്. ഇത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഫുഡ് കഴിച്ച് കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. പക്ഷെ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഈ ഒരു ഡേ വരെയാണ് ഞാൻ എൻ്റെ വീഡിയോസും ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടില്ല. ഇന്നിപ്പോൾ സൺഡേ ആണ് ഞാൻ ഈ വീഡിയോയുടെ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇന്ന് തന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യണം എന്നാണ് ഞാൻ ഇങ്ങനെ ഓർത്തേക്കണത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം എനിക്ക് പറ്റാവുന്നതെല്ലാം ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. സോ ഇനി എപ്പോഴും കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ട ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, ബൈ.